കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അവരുടെ ആഭ്യന്തര പ്രശ്നം, അതിൽ കയറി ഈ ഘടകകക്ഷികൾ എന്തുകൊണ്ട് ഇടപെട്ടത്? ആവശ്യമില്ല. ലീഗ് അടക്കം ഉള്ളവരെ തന്നെ ഞാൻ പറയുന്നു. അവർക്ക് എന്നാ കാര്യം ഇത് പറയാൻ? എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ഞാൻ ഷാഹുൽ തെക്കൻ. നമ്മളെ സുകുമാരൻ നായരുടെ അഭിപ്രായമാണ് കേട്ടത്. നമ്മൾ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നിരുന്ന ആളുകളാണ്. ഇപ്പോ ഇദ്ദേഹം പറയുന്നത് UDFന്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ളവർക്ക് ഇതിലെന്താ കാര്യം എന്നാ എന്ന് ഇവര് ചോദിക്കുമ്പോ എന്തോ സംഭവം. അത് ചോദിക്കാൻ അവർക്ക് വലിയ അർഹതയുണ്ട്, ഞങ്ങളൊക്കെ അത് ചോദിക്കാൻ വലിയവരാണ് എന്നൊരു തോന്നല്. എന്നാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗരോ നിങ്ങൾക്ക് അതിൽ അവകാശമില്ല, നിങ്ങൾ മിണ്ടരുത്. ഈ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, UDF എന്ന സംവിധാനത്തെ ഇത്രമാത്രം ഇഴകിച്ചേർന്നുകൊണ്ട് അതിനെ വിജയ കൊടി പാറിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ 140 മണ്ഡലങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റൂ. UDFന്റെ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന്റേതാണെങ്കിലും അവരെ വിജയിപ്പിക്കുന്നതിൽ നിസ്തുല്യമായിട്ടുള്ള പ്രവർത്തനവും സാന്നിധ്യവും ഉറപ്പിച്ചവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിലപ്പുറവും അവരുടെ സീറ്റുകൾ കൃത്യവും വ്യക്തവുമായിട്ട് തെളിമയാർന്ന വിജയം അവർ കാഴ്ചവെച്ചു. അങ്ങനെയുള്ള UDFന്റെ അതിങ്ങനെ തൂക്കി നോക്കിയാൽ ഏതാണ് കൂടുതൽ കുറവ് എന്നിങ്ങനെ പറയും വിധത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDFന്റെ ഭാഗമായിട്ട് നിലനിൽക്കുമ്പോൾ അവർക്കല്ലാതെ പിന്നെ ആർക്കാണ് അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം, അവകാശം? നിങ്ങളൊക്കാരാണ് സമുദായ വക്താക്കളാണെന്ന് പറഞ്ഞ് ഇതൊക്കെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അർഹതയുണ്ട് എങ്കിൽ 100 മടങ്ങ് അത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ട് എന്ന് സുകുമാരൻ നായരെ നിങ്ങളും കൂടി മനസ്സിലാക്കുക, വെള്ളാപ്പള്ളിയും മനസ്സിലാക്കുക. രാജ്യത്തിന്റെ ഉയർച്ചയിലും ഭരണ സംവിധാനങ്ങളിലും മറ്റു പല മേഖലകളിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പങ്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രിയായും വിദ്യാഭ്യാസ മന്ത്രിമാരായും ഒക്കെ സ്ഥാനം അലങ്കരിച്ച് കേരളത്തിന്റെ മണ്ണിൽ അവർ ഭരിച്ചു പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുള്ളത് ആർക്കാണ്, എങ്ങനെയാണ് എന്നുള്ളതും ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെ വിവേചനമില്ലാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിന്റെ മണ്ണിൽ പക്ഷപാതമില്ലാതെ വിവിധങ്ങളായ വിശ്വാസ ആചാരങ്ങൾ, മതങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ഭരിച്ചു പോയിട്ടുണ്ട്. ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അവർ ഇനിയും അഭിപ്രായം പറയും. അത് കേൾക്കുവാനുള്ള സഹനവും ശക്തിയും സമാധാനവും നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ കിടന്ന് കളിക്കുന്നുണ്ട്. അത് കേരളത്തിന്റെ മണ്ണിൽ വില പോകില്ല. അത് ബോധവും സ്വബോധവും നഷ്ടപ്പെടാത്ത മനുഷ്യരുള്ള കാലത്തോളം അത്തരത്തിലുള്ള ഒരു വെല്ലുവിളിയും കേരളത്തിലെ മണ്ണിൽ വില പോവുകയില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അത് UDFന്റെ അവിഭാജ്യ ഘടകമായിട്ട് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയെ നിയോഗിക്കുന്ന വിഷയത്തിലും മറ്റ് വകുപ്പുകൾ വിഹിതിക്കുന്നതിലും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട് എന്നുള്ള ബോധ്യവും നിങ്ങൾക്കുണ്ടാവണം.